ബൈബിൾ തുറന്ന് ഞാൻ പറയുന്ന 2 വാക്യങ്ങൾ ഹല്ലേലൂയ നിങ്ങൾക്കെടുത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒരാൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ഉം 10-ഉം ഒരാൾ വായിക്കണം. ആദ്യം ഉൽപ്പത്തി പുസ്തകം 2-8. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏഥനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ഉം 10-ഉം. മത്തായിയുടെ സുവിശേഷം 2-ന്റെ 9-ഉം 10-ഉം വായിച്ചാട്ടെ. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഈ വചനങ്ങളാൽ സർവശക്തൻ ഇന്ന് നമ്മളെ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരാഴമേറിയ ദൂതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ഇതിൽ നിന്ന് പ്രാപിക്കാനുള്ളത് പരിശുദ്ധാത്മാവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യവും മത്തായിയുടെ സുവിശേഷം 2-ന്റെ 9-ഉം 10-ഉം നമ്മൾ ഇവിടെ വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നു. ഈ 2 ഹല്ലേലൂയ വാക്യങ്ങളിലും കോമണായി എഴുതിയിരിക്കുന്ന ഒരു വേർഡുണ്ട്, കോമണായി എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 2-ന്റെ 8-ൽ വായിക്കുകയാ, അവൻ കിഴക്ക്, അല്ലേ, അവൻ കിഴക്ക് ഏഥനിൽ ഒരു തോട്ടമുണ്ടാക്കി. മത്തായിയുടെ സുവിശേഷം 2-ന്റെ 9-ൽ നമ്മൾ വായിക്കുന്നു, അവർ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടു. ഒരാമേൻ ചേർന്ന് പറയണം, ഒരാമേൻ ചേർന്ന് പറയണം. ഹല്ലേലൂയ. 1, അവൻ കിഴക്ക് ഏഥനിൽ ഒരു തോട്ടമുണ്ടാക്കി. 2, അവർ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടു. ഇതിന്റെ ചില പ്രത്യേകതകൾ, ഇതിന്റെ ചില വെളിപ്പാടുകളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വചനത്തിന്റെ ദൂതിനെ ഒന്ന് വെളിപ്പെടുത്തിയിട്ട് 2-ാമത്തെ വചനത്തിന്റെ ദൂതിലേക്ക് ചെന്നെങ്കിലേ നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ടിരുന്ന ഈ ഭൂമിക്കൊരു അനാദികാലമുണ്ട്, അനാദികാലം. ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1-ന് പുറകിൽ ഒരു അനാദികാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് മനുഷ്യൻ എന്നൊരു വർഗമേ ഇല്ലായിരുന്നു, മനുഷ്യൻ ഇല്ലായിരുന്നു. അനാദികാലത്ത് ദൂതന്മാരായിരുന്നു. സ്തോത്രം. ദൂതന്മാരായിരുന്നു, അനാദികാലത്ത് ദൂതന്മാരായിരുന്നു. അവിടെ മനുഷ്യനേ ഇല്ലായിരുന്നു, ദൂതന്മാരാലായിരുന്നു നിറഞ്ഞിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പാപമില്ലായിരുന്നു, കളങ്കമായിട്ടൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അല്ലെ നമുക്കറിയാം, ഹല്ലേലൂയ, ലൂസിയേൽ എന്ന് പറയുന്ന ദൂതൻ, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൂതൻ, 66 സപ്തസ്വരങ്ങൾ ഒരുപോലെ ഹല്ലേലൂയ ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ദൂതൻ, മറ്റു ദൂതന്മാരെ നോക്കിയപ്പോൾ മറ്റു ദൂതന്മാരെക്കാളും താൻ ശ്രേഷ്ഠനെന്ന് കണ്ടപ്പോൾ, മറ്റു ദൂതന്മാരെ ദൈവം നിർമ്മിച്ചത് വെച്ച് നോക്കുമ്പോൾ അവരിലും എത്രയോ ശ്രേഷ്ഠനാണ് എന്ന് താൻ കണ്ടപ്പോൾ
തന്റെ ഹൃദയത്തിന്റെ അകത്ത് നിഗളം വന്നു. തന്റെ ഹൃദയത്തിന്റെ അകത്ത് നിഗളം വന്നു. എന്തുകൊണ്ട് അത്യുന്നതന് ഞാൻ സമനായിക്കൂടാ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എഹെസ്കേൽ പറയുന്നുണ്ട്, നക്ഷത്രങ്ങൾക്കിടയിൽ നീ കൂടുവെച്ചാലും ഞാൻ നിന്നെ താഴ്ത്തും. ചേർന്ന് രാമ്യം പറഞ്ഞാട്ടെ. ചേർന്ന് രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നോ ഹല്ലേലൂയ നിങ്ങൾ ശക്തമായി തിരിച്ചറിയണം, അവൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോ തന്നെ എന്റെ സ്വർഗം അവനെ വെട്ടി താഴെ. ആ ദൂതനും അവന്റെ ഹല്ലേലൂയ പിൻഗാമികളെല്ലാം, അവന്റെ ഗ്രൂപ്പിലുള്ളവരെല്ലാം ഹല്ലേലൂയ വന്ന് പതിച്ചത് ഈ ഭൂമിയിലേക്ക്. വന്ന് പതിച്ചത് ഈ ഭൂമിയിലേക്ക്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 1:1 എഴുതിയത്, ഹല്ലേലൂയ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്ക്, ഭൂമി പാഴായിപ്പോയി. ഭൂമി പാഴല്ലായിരുന്നു. ഭൂമി പാഴല്ലായിരുന്നു. എന്നാൽ ഭൂമി പാഴാകാൻ കാരണം, ഭൂമി നശിക്കാൻ കാരണം, ഭൂമി ഇല്ലാതാകാൻ കാരണം, ഭൂമിയുടെ മനോഹരത്വം ഇല്ലാതാകാൻ കാരണം, ഭൂമിയുടെ ഹല്ലേലൂയ ശൂന്യത വരാൻ കാരണം, ഭൂമി പാഴാകാൻ കാരണം ഹല്ലേലൂയ വെട്ടുകൊണ്ട് ചിലത് താഴെ വീണുണ്ട്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരിച്ചറിയണം, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ദൈവം സൃഷ്ടിച്ച ദൂതന്റെ അകത്ത് നിഗളം വന്നപ്പോൾ വെട്ടി ദൈവം താഴെയിട്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം തിരിച്ചറിയണം, നമുക്ക് നിഗളം ഉണ്ടാവരുത്, നമുക്ക് അസൂയ ഉണ്ടാവരുത്. യേശുവിന്റെ നാമത്തിൽ എത്ര പേരതിനെ സ്വീകരിക്കും? എത്ര പേരതിനെ സ്വീകരിക്കും? എത്ര പേരിന് അതിനെ സ്വീകരിക്കാൻ പറ്റും? നിഗളികളോട് ഞാൻ എതിർത്തു നിൽക്കും. താഴ്മയുള്ളവനോ ഞാൻ കൃപ നൽകും. ചേർന്നാമേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നിഗളികളോടും അഹങ്കാരികളോടും ദൈവം എന്ത് ചെയ്യും? എതിർത്തു നിൽക്കുകയാണ്. എന്ന താഴ്മയുള്ളവനോ ഞാൻ എന്റെ കൃപ പകരും. ഞാൻ എന്റെ കൃപ പകരും. ദൈവസന്നിധിയിൽ താഴാൻ ആർക്ക് മനസ്സുണ്ടോ അവരോട് ഞാൻ ആത്മാവിൽ നല്ലൊരു വചനം കൈമാറാം. താഴുന്നവന്റെ മേൽ കൃപ വെളിപ്പെടും. താഴുന്നവന്റെ മേൽ കൃപ വെളിപ്പെടും. താഴ്മയുള്ളവന്റെ മേൽ കൃപ വെളിപ്പെടും. നിന്റെ ജീവിതത്തിൽ താഴ്മയുണ്ടെങ്കിൽ നീ നിൽക്കുന്ന ഇടത്ത് കൃപ വെളിപ്പെടും. നീ വസിക്കുന്നിടത്ത് കൃപ വെളിപ്പെടും. നിന്റെ ജോലി കൃപ വെളിപ്പെടും. നിന്റെ ജീവിതത്തിൽ കൃപ വെളിപ്പെടും. നിന്റെ കുടുംബത്തിൽ കൃപ വെളിപ്പെടും. നിന്റെ കൃപ വെളിപ്പെടും. താഴ്മയുള്ളവന്റെ ദൈവത്തിന്റെ കൃപ വെളിപ്പെടും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പാഴും ശൂന്യവും ആയി പോകാനുള്ള കാരണം വെട്ടുകൊണ്ട് വീണതെല്ലാം ഈ ഭൂമിയിൽ. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാഴും ശൂന്യവുമായ ഭൂമിയെ നോക്കി എന്റെ ദൈവം തന്റെ ഹൃദയത്തിലെ സ്വപ്നതുല്യമായ ഒരു ഭൂമിയെ തന്റെ വാക്കിനാൽ ഉളവാക്കി. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഭൂമിയുടെ ചിത്രം തന്നെ ദൈവം മാറ്റി.
ഭൂമിയുടെ മനോഹരാത്മ ദൈവം കൊണ്ടുവന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരുവെടുത്ത് പറയുക, ദൈവത്തെ ആരാധിക്കാൻ ഇപ്പോൾ ആരുമില്ലാതിരിക്കുന്ന സ്ഥാനത്ത്, ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്റെ സ്ഥാനം ഒഴിഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന് ആരാധിക്കാൻ വേണമാണ്. ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന് ആളെ വേണം. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസ്ലിമിനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് പുത്രന്റെ പ്രാണത്യാഗത്തിന്റെ പദ്ധതികളെ കുറിച്ച് എഴുതിയത് സകല മാനവരാശിക്കും വേണ്ടി. കണ്ടോ? ഹിന്ദുവിന് വേണ്ടിയല്ല, മുസ്ലിമിന് വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒട്ടുമേ മാത്രമല്ല, സകല മാനവ രാശിക്കും വേണ്ടി തന്റെ സ്വപുത്രനെ ഹല്ലേലൂയ നൽകാൻ പിതാവ് ലോകത്തെ സ്നേഹിച്ചു. കാര്യം എന്നാ? ഏദനിൽ സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. അതാണ് 2:8 നമ്മൾ വായിച്ചത്. കിഴക്ക് ഒരേധനുണ്ടായിരുന്നു. കിഴക്ക് ഒരേതൻ തോട്ടമുണ്ടാക്കി, ആ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. ഈ ഏദം തോട്ടത്തിനെ ചരിത്രകാരന്മാർ ഭവനമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിനെ പല വിധത്തിൽ പല നിലയിൽ ഹല്ലേലൂയ പഠിപ്പിക്കാറുണ്ട്. സ്വർഗത്തിലെ പറുദീസ എന്നും പാതാളമെന്നും ഒക്കെ പല വിധത്തിലുള്ള പഠിപ്പീര് ഏദൻ തോട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു കാര്യം, ഹല്ലേലൂയ, ഒന്നാമത്തെ നമ്മൾ വെളിപ്പെടുത്തിയ ഒരു കിഴക്കുണ്ട്. ഒന്നാമത് വെളിപ്പെട്ടൊരു കിഴക്കുണ്ട് 2:8. കിഴക്ക് അവനൊരു ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കിയിട്ട് ആ തോട്ടത്തിന്റെ അകത്ത് അവൻ മനുഷ്യനെ ആക്കി. അവന് വേണ്ടുന്ന എല്ലാവിധ വൃക്ഷഫലങ്ങളും ദൈവം അവനുണ്ടാക്കി കൊടുത്തു. എന്നാൽ നന്മ തിന്മകളെ വിവേചിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുക പോലും ചെയ്യരുതെന്ന് ദൈവം വിലക്കി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കിഴക്ക് ഏദനിൽ നിലനിൽക്കുന്ന ഒരു തോട്ടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ തോട്ടത്തിന്റെ അകത്ത് ആദമിനെ ഹല്ലേലൂയ ആദമിനെ ഹല്ലേലൂയ ഏതൊരു പുറത്താണ് ദൈവം സൃഷ്ടിച്ചത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, വചനം കേട്ടിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആദമിനെ പുറത്തു വെച്ചാണ് സൃഷ്ടിച്ചത്. ആദമിനെ പുറത്തു വെച്ചാണ് സൃഷ്ടിച്ചത്. അവനെ പുറത്തു വെച്ച് സൃഷ്ടിച്ചിട്ട് ഏദനിൽ തോട്ടമുണ്ടാക്കി, തോട്ടത്തിന്റെ അകത്താക്കി. കണ്ടോ? പുറത്ത് സൃഷ്ടിച്ചിട്ട് അകത്താക്കുകയോ ചെയ്തത്. എന്നാൽ ഹവ്വയെ അങ്ങനല്ല. ഹവ്വയെ സൃഷ്ടിച്ചത് തോട്ടത്തിന്റെ അകത്ത് വെച്ച്. തോട്ടത്തിന്റെ അകത്ത് ആദമിനെ ദൈവമാക്കിയിട്ട് അവനൊരു ഗാഢം നിദ്ര വരുത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനൊരു ഗാഢം നിദ്ര വരുത്തി. അവന്റെ വാരിയലിൽ ഊരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചത് തോട്ടത്തിന്റെ പുറത്തല്ല, തോട്ടത്തിന്റെ അകത്തു വെച്ച.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കണ്ടോ, സ്ത്രീക്ക് ഒന്നുകൂടെ പ്രാധാന്യമുണ്ട്. മനസ്സിലാക്കണം, തോട്ടത്തിന്റെ പുറത്ത് വെച്ചാണ് ഹൗവ ആദമിനെ സൃഷ്ടിച്ചത്. എന്നാൽ തോട്ടത്തിന്റെ അകത്ത് വെച്ചാണ് ഹൗവയെ ദൈവം സൃഷ്ടിക്കുന്നത്. ആമേൻ, ആമേൻ. അങ്ങനെ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് മനസ്സിലാക്കിയ ദൈവം ആദമിന് ഹൗവയെ സൃഷ്ടിച്ചു. അതാണ് ഫസ്റ്റ് ഫാമിലി. ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് ആദമും ഹൗവയുമാണ്. ആമേൻ, ആമേൻ, ആമേൻ. രണ്ടുപേർക്കും ഒരുപോലെ നിയമം ദൈവം കൊടുത്തു. രണ്ടുപേർക്കും ഒരുപോലെ ദൈവം നിയമം കൊടുത്തു. നന്മ തിന്മകളെ വിവേചിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തൊടുകയോ തിന്നുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, ആ കിഴക്കുള്ള ആ ഏദൻ തോട്ടത്തിന്റെ അകത്ത് നിയമ ലംഘനം നടന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആദം കിടന്നുറങ്ങുന്ന സമയത്ത് ഹൗവ തോട്ടം ചുറ്റിയൊന്ന് സഞ്ചരിച്ചപ്പോൾ ഹല്ലേലൂയ, സ്ത്രീ ബലഹീന പാത്രമാണെന്ന് അറിഞ്ഞ പിശാച് ഹല്ലേലൂയ അവളെ ഹല്ലേലൂയ വഞ്ചിക്കുവാൻ ഇടയായി തീർന്നു. സ്ത്രീകളെ ഏറ്റവും അധികം, സ്ത്രീകളെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് സൗന്ദര്യം, അല്ലേ? ഹല്ലേലൂയ. സ്ത്രീകളെ ഏറ്റവും കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് സൗന്ദര്യത്തെ കുറിച്ച് പറയും. എത്ര ദേഷ്യത്തോടെ വന്നാലും നീ സുന്ദരിയാടി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഉള്ള ദേഷ്യമല്ല, അച്ഛനെ തല്ലാനായിരിക്കും വരുന്നത്. പക്ഷെ ഹല്ലേലൂയ, നീ ദേഷ്യപ്പെടുമ്പോ നിന്നെ കാണാൻ എന്ത് സുന്ദരിയാടി എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ ആ ദേഷ്യം മൊത്തം വേണേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഹല്ലേലൂയ. സ്ത്രീകളെ സംബന്ധിച്ച് ഹല്ലേലൂയ അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അവർക്കതൊരു സന്തോഷമാണ്. ചിലരൊക്കെ പറയും, പാസ്റ്ററെ സൗന്ദര്യമൊന്നും അതൊന്നും ഞാൻ വലിയ കാര്യം, ചുമ്മാ പറയുന്നതാണ്, കേൾപ്പിക്കാൻ വേണ്ടി പറയുന്ന. ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് ദൈവം സൃഷ്ടിച്ചപ്പോൾ സ്ത്രീകളുടെ അകത്തുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സൗന്ദര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുരുഷന്മാരെ കാട്ടിലും ഉപരി ഹല്ലേലൂയ സൗന്ദര്യത്തെ നോക്കുന്ന ആരാ? സ്ത്രീകളാ നോക്കുന്നത്. ഹല്ലേലൂയ. സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് ഈ സാധനമൊക്കെ വിറ്റ് പോകുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഭയങ്കര പ്രശ്നമായേനെ. ബ്യൂട്ടി പാർലറൊക്കെ നിൽക്കുന്ന സ്ത്രീകള് ഉള്ളത് കൊണ്ടാ. ബ്യൂട്ടീഷ്യനൊക്കെ ജോലി കിട്ടുന്നത് സ്ത്രീകള് ഉള്ളത് കൊണ്ട്. പുരുഷന്മാരില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിലുപരി സൗന്ദര്യത്തെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതം സ്ത്രീകളിൽ ഉണ്ട്. അത് ഹൗവാമ്മച്ചി മുതലുണ്ട്. ഹല്ലേലൂയ. പിശാചിനറിയാം ആ മേഖലയിൽ തൊട്ടാൽ ഇവള് വീഴും. നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയാണ് പിശാച് കരുക്കൾ നീക്കുന്നത്. മനസ്സിലാകുന്നു? പ്രൈസ് ദി ലോർഡ്. ഹൗവയ്ക്ക് ഹൗവയുടെ സൗന്ദര്യത്തെ കുറിച്ച് അറിയത്തില്ല. കാരണം തേജസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുക. അവൾ നഗ്നയാണോ എന്ന് പോലും അവൾക്കറിയത്തില്ല. തേജസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊരു വെളിപ്പാടുണ്ട്. നമ്മുടെ സൗന്ദര്യം ദൈവത്തിന്റെ തേജസ്. ചേർന്നൊരാമേൻ പറഞ്ഞേ, ചേർന്നൊരാമേൻ പറഞ്ഞേ. ദൈവത്തിന്റെ തേജസ് ഉള്ള വ്യക്തിയെ കാണുമ്പോൾ അവരിലൊരു പ്രത്യേക ഗ്ലാമറാണ്. ചിലപ്പം പുറമേ കാണാൻ ഒരു ഗുണം ഇല്ലായിരിക്കും, പക്ഷെ അവരെ നോക്കുമ്പോൾ ഒരു ഗ്ലോറി അവർക്കുണ്ടാവും. ഓ സ്വത്രം സ്വത്രം സ്വത്രം, അല്ലേ? അവരെ നോക്കുന്ന ഉടനെ പറയൂ, അല്ലേ വലിയ നിറമൊന്നും ഇല്ലെങ്കിലും മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലോറി കാണും.
മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു മഹത്വം കാണുന്നുണ്ട്, മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രഭ കാണുന്നുണ്ട്, മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു നല്ല തല്ലലി വെളിച്ചം കാണുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഹല്ലേലൂയ ഇത് പകൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നമ്മൾ മൂടപ്പെടണം. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ദൂതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ദൂത് ഇതുവരെ ആയിട്ടില്ല, ദൂതിലേക്ക് ഞാൻ എത്തപ്പെട്ടോണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹവ്വ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന കാഴ്ച പിശാച് കണ്ടപ്പോ അവളെ കരങ്ങളിൽ എടുക്കേണ്ടതിന് പിശാച് അവളുടെ അടുത്ത് വന്നു. അവളോട് കുശലം പറഞ്ഞു, അവളോട് സംസാരിച്ചു വന്നിട്ട് അവളോട് പറഞ്ഞു, അല്ലെങ്കിൽ നന്മ തിന്മകളെ കുറിച്ച് വിവേചിക്കുന്ന വൃക്ഷഫലത്തിന്റെ കാര്യത്തിലേക്ക് വന്നു. അണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതെല്ലാം ഭക്ഷിക്കാമോ? ഭക്ഷിക്കാം. നിങ്ങൾക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാമോ? കൈകാര്യം ചെയ്യാം. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ആ വൃക്ഷഫലം മാത്രം കഴിക്കാനോ തൊടാനോ അനുവാദമില്ല. ഉടനെ പിശാച് ചോദിച്ചു, അതെന്താ അനുവാദമില്ലാത്ത? ഇതെല്ലാം ദൈവം നിങ്ങളുടെ കരത്തിൽ തന്നിരിക്കുകയല്ലേ, എന്താ അനുവാദമില്ല? ഇല്ല, ദൈവം ഞങ്ങളെ വിലക്കിട്ടു. ആമേൻ. ഉടനെ പിശാച് പറഞ്ഞൊരു മറുപടി നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ, എന്ന് വെച്ചാൽ നിന്റെ സൗന്ദര്യം മാറുമെന്ന്. ഇപ്പോഴുള്ളത് പോലല്ല, ദൈവത്തെ പോലെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ആലോചിക്കുക, ദൈവത്തിന്റെ എന്തോ സൗന്ദര്യമായിരിക്കും അല്ലെ? ദൈവം വിലക്കിയത് ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ കഴിക്കണമെങ്കിൽ ദൈവത്തിന്റെ സൗന്ദര്യം എന്തായിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ അല്ലേ? ദൈവത്തിന്റെ എന്നെ ശ്രദ്ധിച്ചിരുന്നേ, ദൈവത്തിന്റെ സൗന്ദര്യം അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അല്ലേ എന്നെ ശ്രദ്ധിച്ചിരുന്നേ, പുറകിൽ എന്നെ ശ്രദ്ധിച്ചിരി, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ അല്ലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സൗന്ദര്യം നോക്കിയേ, ഹല്ലേലൂയ. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം വിലക്കിയതിനെ വരെ കഴിക്കണമെങ്കിൽ ദൈവത്തിന്റെ സൗന്ദര്യം എന്തായിരിക്കും? ദൈവത്തിന്റെ സൗന്ദര്യം എന്തായിരിക്കും? അല്ലേലേ, ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിച്ചു പറയുകയല്ല, അല്ലേലിയ, ദൈവം വിലക്കിയതിനെ പോലും കഴിക്കണമെങ്കിൽ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ചിന്തയകത്ത് വന്നോണ്ടല്ലേ. അപ്പൊ ദൈവത്തെ പോലെ ആകണമെന്നുള്ള ചിന്തയകത്ത് വരണമെങ്കിൽ ദൈവത്തിന്റെ സൗന്ദര്യം അവർ കണ്ടതല്ലേ. അപ്പൊ ദൈവത്തിന്റെ സൗന്ദര്യം എന്തുമാത്രം ഉണ്ടായിരിക്കും? പിശാചിന് മനസ്സിലായി ആ മേഖലയിൽ ഇവള് വീഴുമെന്ന്. പിശാചിന് മനസ്സിലായപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് നീ ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് അവളോട്, ഹവ്വയോട് പിശാച് പറഞ്ഞപ്പോൾ അവൾ അത് മേടിച്ചു ഭക്ഷിച്ചു. അത് പറിച്ചവള് ഭക്ഷിച്ചു. ഭക്ഷിക്കുക മാത്രമല്ല, ഇവളെ കാണാഞ്ഞിട്ട് തപ്പി പിടിച്ചോണ്ട് വന്ന ആദമിനെ ഉള്ളിൽ കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്റിയും കഴിച്ചു, അച്ഛനും കഴിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടുപേരും കഴിച്ചപ്പോൾ കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ പുള്ളിയുടെ കണ്ണൊന്ന് തുറക്കണേ. അതുപോലല്ല തുറന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ആ കണ്ണ് തുറന്നല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. കണ്ണെന്ത് ചെയ്തു? കണ്ണ് തുറന്നപ്പോൾ ഞങ്ങൾ നഗ്നരെന്നവർ അറിഞ്ഞു. കണ്ടോ? എന്ന് വെച്ചാൽ തേജസ് മാറിപ്പോയി. ഹല്ലേലൂയ. അവര് നഗ്നരെന്നവര് അറിഞ്ഞു. തേജസ് മാറിപ്പോയി. ഹല്ലേലൂയ. അത്തിയുടെ ഇല തുന്നി അവരുടെ നഗ്നത അവര് മറച്ചു. ഹല്ലേലൂയ. സായാഹ്നം എത്തിയപ്പോൾ സർവശക്തനാകുന്ന ദൈവം ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വന്നു. ഇടത്തുള്ള ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആദമേ എന്ന് വിളിച്ചപ്പോൾ ആദം ഒളിച്ചിരുന്ന മറുപടി, ഒളിച്ചിരുന്ന ആൻസർ കൊടുത്തു. നീ എവിടെ? നിന്നെ ഞാൻ കാണുന്നില്ലല്ലോ. ഉടനെ ആദം, നീ കാണാതെ ഒളിച്ചിരിക്കുന്നു. എന്തിനാ നീ ഒളിച്ചിരിക്കുന്നു? ഞാൻ
നഗ്നനാണ്. നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ ഭക്ഷിക്കരുത്, തുടരുതെന്ന് പറഞ്ഞ ഹല്ലേലൂയ നിയമത്തെ ഞാൻ തെറ്റിച്ചു. നീ എനിക്കായി കൂട്ടായി തന്ന ഹല്ലേലൂയ ഹവ്വ ആ വൃക്ഷ ഫലം കഴിച്ചു, അവൾ എനിക്കും തന്നു, ഞാനും കഴിച്ചു. ഹവ്വയോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഞാനല്ല, എന്നെ വഞ്ചിച്ചത് ഈ സാത്താനാണ്, ഈ പാമ്പാണ് എന്നെ വഞ്ചിച്ചത്. ഹല്ലേലൂയ ശ്രദ്ധിച്ചു കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ അവളുടെ ദൈവം ശാപത്തിനെ അവരുടെ മേൽ അയച്ചു. ആമേൻ. ആദമിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ അധ്വാനിച്ച് വിയർത്ത് നിന്റെ കുടുംബം നീ പോറ്റേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹവ്വയോട് പറഞ്ഞു, നീ നൊന്ത് മക്കളെ പ്രസവിക്കും. അവനോട് പറഞ്ഞു, നിന്റെ തലയെ തകർക്കുന്ന ഒരു നാട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. അല്ലെങ്കിൽ നമ്മൾ വായിച്ച ആദ്യം കിഴക്ക്, ആദ്യത്തെ കിഴക്കിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടു. കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടായി. ആ തോട്ടത്തിന്റെ അകത്ത് മനുഷ്യനെ ഹല്ലേലൂയ ദൈവം ആക്കി വെച്ചു. ആ തോട്ടത്തിന്റെ അകത്ത് ദൈവം ചില സൃഷ്ടിപ്പ് ചെയ്തു. ആ തോട്ടത്തിന്റെ അകത്ത് പക്ഷെ സംഭവിച്ചത് വീഴ്ചയാണ്. ഒന്നാമത് വെച്ച കിഴക്കിന്റെ ആ തോട്ടത്തിൽ, ഏതൻ തോട്ടത്തിൽ സംഭവിച്ചത് വീഴ്ചയാണ്. അല്ലെങ്കിൽ തേജസ് നഷ്ടപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥകളെ തെറ്റിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കോപത്തെ വാങ്ങുകയായിരുന്നു. ദൈവത്തിന്റെ ന്യായവിധി ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആണയിട്ട് ദൂത് വിളിച്ചു പറയുന്നു. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത മറക്കരുത്. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത തേജസ് നഷ്ടപ്പെട്ടു പോയ ഇടമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമ വ്യവസ്ഥിതിയെ തെറ്റിച്ച ഇടമാണ്. ഹല്ലേലൂയ. ദൈവ പദ്ധതികളെ മറിച്ചു കളഞ്ഞ ഇടമാണ്. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രത്തിൽ വീണുപോയ ഇടമാണ്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാ, ചിലരെ വീഴ്ത്തിക്കളയാ പിശാച് ഒന്നു മാറി അവരുടെ വീക്ക് പോയിന്റിനെ മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ പ്രവർത്തനങ്ങൾ ഈ വചനം പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ജയിക്കത്തക്കവണ്ണം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരെല്ലാം പ്രാർത്ഥിക്കണം. വീഴ്ത്തിക്കളയാൻ ശ്രമിക്കുന്ന ആപത്തിന്റെ വീക്ക് പോയിന്റുകൾ യേശുവിന്റെ നാമത്തിൽ ഈ വചന ശക്തിയുടെ മുമ്പിൽ ജയിക്കേണ്ടത് അനിവാര്യമാണ്. ദൂതിനെ സ്വീകരിക്കുന്ന ദൈവത്തെ തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്ന കിഴക്ക് മാറട്ടെ. തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്ന മേഖല മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമ സംഗതികളെ അകിടമറിക്കുന്ന ചില പൈശാചിക കുതന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തെ വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് മാറി പോകരുത്. ആമേൻ, ആമേൻ. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നാമത്തെ കിഴക്കൽ ഒരു ഏദൻ ഉണ്ടാക്കി, അതിന്റെ അകത്തൊരു തോട്ടം ഉണ്ടാക്കി. ഒന്നാമത്തെ കിഴക്കിന്റെ എവിടാണ് ഒരു ഏദൻ. ആ ഏദന്റെ അകത്തൊരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടത്തിന്റെ അകത്ത് നടന്ന സംഗതികളെയാണ് ഞാൻ വെളിപ്പെടുത്തിയത്. ഇന്ന് പകല് തിരിച്ചറി. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നിയമ സംഗതികളെ ഇല്ലാതാക്കി കളഞ്ഞു. തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിന്റെ ശാപത്തെ ഏറ്റുവാങ്ങേണ്ട ഗതികേട് വന്നു.
നഗ്നത അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. നീ അത് ആത്മാവിൽ ഒന്ന് സ്വീകരിക്കതേ യോവൈതലേ. നിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഇനിയും ഉണ്ടാകരുത്. ദൈവത്തോട് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവത്തോട് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവത്തോട് നമുക്ക് തീരുമാനമെടുക്കാം. എന്റെ ജീവിതത്തെ ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത ദൈവമേ സംഭവിക്കരുത്. കണ്ടോ, ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത അവിടെ നഷ്ടമായിരുന്നു. അവിടെ ദൈവിക വ്യവസ്ഥകൾ തെറ്റിമാറുകയായിരുന്നു. അവിടെ തേജസ് ഇല്ലാതാകുകയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടെ ദൈവിക വ്യവസ്ഥ തെറ്റി, തേജസ് ഇല്ലാതെ പോയി, നഗ്നരായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ മറക്കരുത്, അവിടെയാണ് മരണമെന്ന ന്യായവിധി ആരംഭിക്കുന്നത്. മനുഷ്യന് ദൈവം ആയുസ്സിനെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. മരണമെന്ന വ്യവസ്ഥിതി അവിടെ ഇല്ലായിരുന്നു. മരണമെന്ന വ്യവസ്ഥിതി എവിടാ വന്നെന്നറിയാമോ? ഏദന്റെ പൂങ്കാവനത്തിൽ, തോട്ടത്തിന്റെ അകത്ത്, ആ കിഴക്കിൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് നടന്ന പാപത്തിൽ, നിയമലംഘനത്തിലാണ് ആദ്യമായി ദൈവം മരണം പ്രഖ്യാപിക്കുന്നത്. അതുവരെ രോഗമില്ലായിരുന്നു, അതുവരെ ദുഃഖമില്ലായിരുന്നു, അതുവരെ കണ്ണുനീരില്ലായിരുന്നു, അതുവരെ നെടുവീർപ്പില്ലായിരുന്നു, അതുവരെ മരണമില്ലായിരുന്നു. കണ്ടോ, ഒന്നാമത്തെ കിഴക്കിന്റെ അകത്ത് നടന്ന സംഗതികളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, അവിടെ സംഭവിച്ചതെല്ലാം നിരാശകളുടെ വാർത്തകളാണ്. ഹല്ലേലൂയ, തേജസ് നഷ്ടപ്പെട്ടു പോയി, നിയമ ലംഘനം നടന്നു, നഗ്നരായി. ഹല്ലേലൂയ സ്തോത്രം, മരണം വന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനെ തിരുത്താൻ, ഇതിനെ മാറ്റാൻ, ഇതിന്റെ അകത്തൊരു ജയം തരാൻ അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ഒരാമേ ചേർന്ന് പറയണം. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകതയിൽ ഹല്ലേലൂയ, സകലത്തിനെയും പിശാച് തകർത്തു കളഞ്ഞെങ്കിൽ, പിശാചിന്റെ ആഗ്രഹം സാധിച്ചെങ്കിൽ, പിശാചിന്റെ ഇഷ്ടം നിറവേറ്റപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 2:9 10 ഒരു കിഴക്ക് വെളിപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ഏദനിൽ ഒരു കിഴക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ കിഴക്ക് ഹല്ലേലൂയ ആത്മാവ് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ 9-ാം അധ്യായത്തിൽ വിദ്വാൻമാർ പുറപ്പെട്ടപ്പോൾ കിഴക്കൊരു നക്ഷത്രം കണ്ടു. ഒരാമേൻ പറയണം. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ രണ്ടാമത്തെ കിഴക്കിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു നക്ഷത്രം അവർ കണ്ടു. നക്ഷത്രം അവരെ ശിശുവുള്ള ഇടത്തേക്ക് വഴി നടത്തി. അവർക്ക് മുമ്പായി നടന്നു. രാമൻ ചേർന്ന് പറയണം. അവർക്ക് മുമ്പായി നടന്നു. ശിശു എവിടെ കിടക്കുന്നു അതിന്റെ മുകളിൽ ആ നക്ഷത്രം വന്നു നിന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. എന്നെ ശ്രദ്ധിച്ചിരുന്നേ. ഹല്ലേലൂയ പ്രാർത്ഥനയോടെ അച്ഛാ എന്നെ ശ്രദ്ധിച്ചിരുന്നേ. ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നക്ഷത്രം കണ്ടതുകൊണ്ട് എന്ത് ചെയ്തു? അവർ അത്യന്തം എന്ത് ചെയ്തു? സന്തോഷിച്ചു. ഇന്ന് പകൽ തിരിച്ചറിയണം. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത ഹല്ലേലൂയ സകലതും നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ ദൈവം സൃഷ്ടിച്ച ജനം ഹല്ലേലൂയ നിയമലംഘനം നടത്തി, പാപത്തിന്റെ അധീനതയിൽപ്പെട്ടു, മരണത്തിന് യോഗ്യരായി. എന്നാൽ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത ഹല്ലേലൂയ അവിടെ പുതിയ ഒരു ദൈവപദ്ധതി ആരംഭിച്ചു.
ഇന്നലകളിൽ ദൈവം പ്രോമിസ് ചെയ്തത് എന്റെ ദൈവം അവിടെ ആരംഭിക്കുകയാ. വിദ്വാൻമാർ കിഴക്ക് ഒരു നക്ഷത്രം കണ്ട് ആ നക്ഷത്രം അവരെ പുതിയൊരു പദ്ധതിയിലേക്ക് നടത്തിയതുപോലെ നഷ്ടമാണെങ്കിൽ രണ്ടാമത്തെ പുതിയ ചിലർ തുടങ്ങമാണ്. ഞാനിത് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ആത്മാവിനോട് പറയാ, ദൈവം ചിലത് ചെയ്യാൻ പോവുക കേട്ടോ. പ്രാർത്ഥിച്ചോണ്ടിരുന്നോ. ഹല്ലേലൂയ. ദൈവം ഇന്നലകളിൽ വാഗ്ദത്തം ചെയ്തത്, ദൈവം ഇന്നലകളിൽ വാഗ്ദത്തം ചെയ്തത്, ദൈവം ഇന്നലകളിൽ വാഗ്ദത്തം ചെയ്തത് വെളിപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒന്നാമത്തെ കിഴക്കിന്റെ അകത്ത് കണ്ണുനീരായിരുന്നെങ്കിൽ, ഒന്നാമത്തെ കിഴക്കിന്റെ അകത്ത് വേദനയായിരുന്നെങ്കിൽ, ഒന്നാമത്തെ കിഴക്കിന്റെ അകത്ത് നിയമലംഘനമായിരുന്നെങ്കിൽ, രണ്ടാമത്തെ കിഴക്കിന്റെ അകത്ത് വായിച്ച കേട്ടോ, നക്ഷത്രം കണ്ടവർ അത്യന്തം സന്തോഷിക്കുന്നു. ഒന്നാമത്തെ അകത്ത് ഹല്ലേലൂയ സന്തോഷം നഷ്ടപ്പെടുന്നതാണെങ്കിൽ, രണ്ടാമത്തെ കിഴക്കിന്റെ സന്തോഷത്തെ ആ ദൂതിനെ എത്ര പേര് സ്വീകരിക്കും? നിന്റെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോയ ചില സന്തോഷങ്ങളെ ദൈവം മടക്കി തരാൻ പോകുമ്പോൾ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആത്മാ പറയുക, ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ദൈവം മടക്കി തരാൻ പോകുന്നു. ഇന്ന് വരെ ദൈവം അത് ചെയ്യുക, ഇന്ന് വരെ ദൈവം അത് ചെയ്യുക. ദൈവം ഇറങ്ങി വന്നപ്പോൾ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. കണ്ണുനീര്, ദുഃഖവും ഭാരവും. ഹല്ലേലൂയ. ദൈവം പ്രതീക്ഷിക്കാത്തതാണ് ദൈവം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കാത്തതാണ് കേട്ടത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ കിഴക്കിന്റെ അകത്ത് ദുഃഖഭാരം വന്നെങ്കിൽ, ഹല്ലേലൂയ, സന്തോഷമില്ലായ്മയാ വന്നെങ്കിൽ, നിങ്ങൾ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നോക്കിക്കേ. ഹല്ലേലൂയ. കിഴക്ക് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചെന്ന് ഒരാമേൻ പറ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുക, നഷ്ടപ്പെട്ടു പോയ ചില സന്തോഷം മടങ്ങി വരാൻ പോകുന്നു. നഷ്ടപ്പെട്ടു പോയ ചില സന്തോഷം നിന്റെ കുടുംബത്തിന്റെ അകത്ത് മടങ്ങി വരാൻ പോകുന്നു. നഷ്ടപ്പെട്ടു പോയ ചില സന്തോഷം നിന്റെ സ്ഥാപനത്തിന്റെ അകത്ത്, നിന്റെ ജീവിതത്തിന്റെ അകത്ത് മടങ്ങി വരാൻ പോകുന്നു. ആ ദൂത് ആവശ്യമുള്ളവർ ഏറ്റെടുത്തോണം. ആ ദൂത് ആവശ്യമുള്ളവരെ നഷ്ടപ്പെട്ടു നിന്റെ ദുഃഖം, നിന്റെ നിന്റെ കണ്ണ് ചില സന്തോഷങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില സന്തോഷങ്ങൾ.
Adura Managa Ragana Ragana Buddha Jana Veda Prabhu Amara Ragana Managa Ragana Buddha India Prabhu Ragana. Yes. Pravigadala. Yes, Amara Navati. Pravigadala. Yes. Naraku. Nudaku Velikana Velikore. Aatmari Rasu Kavariko. Intalare. Nitta Katta Kattava. Nattava Yanake. Intalare. Nitta Katta Kattava. Vedana Yanake. Nitta Kandu. Santosha Kana Bhogandu. Nitta Kandu. Anandam Kana Bhogandu. Nitta Kandu. Santosha Kana Bhogandu. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നോട് ആത്മാവ് ശക്തമായി പറയാ, ഇന്നലകളിൽ കണ്ട കാഴ്ച മാറാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പ്രവചന ദൂത് പറയുന്നു. ഇന്നലകളിൽ കണ്ട കാഴ്ച മാറാൻ പോവുക. നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ കിഴക്ക് മാറാൻ പോവുക. നിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ കിഴക്ക് വെളിപ്പെടാൻ പോവുക. നിന്റെ ജീവിതത്തിൽ ഇന്നലെ നീ കണ്ട ചില കാഴ്ചകൾ മാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പ്രവചന ദൂത് പറയുന്നു. ഇന്നലകളിൽ കണ്ട ചില കാഴ്ച മാറാൻ പോവുക. പുതിയ ചില കാഴ്ചകൾ വെളിപ്പെടാൻ പോവുക. ചില സന്തോഷത്തിന്റെ കാഴ്ചകൾ, ചില സന്തോഷത്തിന്റെ കാഴ്ചകൾ. ആമേൻ, 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 ആമേൻ. അവിടെ നിന്ന് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒന്ന്, ഹല്ലേലൂയ, കിഴക്ക് നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചെന്ന്. രണ്ടാമത്തെ ദൂത് കേട്ടോണം. ഞാൻ കൂടുതൽ ഹല്ലേലൂയ അതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എനിക്ക് ദൂത് ഇങ്ങനെ തന്നോണ്ടിരിക്കുക. രണ്ടാമത്തെ ദൂത് കേട്ടോണം. ഹല്ലേലൂയ. ഒന്നാമത്തെ കിഴക്കിന്റെ അകത്ത് പാത്തിരുന്നു, പമ്മിയിരുന്നു, ഒളിച്ചിരുന്നു. പക്ഷെ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടോണം. ഹല്ലേലൂയ, അവരെ വഴി നടത്തി, അവരെ വഴി നടത്തി, അവരെ വഴി നടത്തി. എങ്ങോട്ട് പോകണമെന്നറിയാതിരുന്ന വിദ്വാൻമാരെ കിഴക്ക് കണ്ട നക്ഷത്രം വഴി നടത്തിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുക. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത ഒളിച്ചിരുത്തിയെങ്കിൽ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നിന്നെ വഴി നടത്താൻ പോവുകയോ, നിന്നെ വഴി നടത്താൻ പോവുകയോ, നിന്നെ മുൻപോട്ട് നടത്താൻ പോവുകയോ, നിന്നെ മുൻപോട്ട് നടത്താൻ പോവുകയോ. ഇന്ന് ചിലരോടൊക്കെ ആത്മാവ് ശക്തമായ ദൂത് പറയോ, ഒളിച്ചിരുന്നത് മതി, നീ തുറന്നു വരുമ്പോഴോ ഒളിച്ചിരുന്നത് മതി. ദൈവത്തിന്റെ മുൻപോട്ട് നടത്താൻ പറ്റൂ. ആ യെസ്, ആ നക്ഷത്രത്തെ നോക്കി അവർ നടന്നു പോലെ, അവർ നടന്നു പോലെ നീ മുൻപോട്ട് നടക്കുകയാണ്. അവനത്തിന്റെ അകത്ത് ഒഴിച്ചിട്ട് ദൈവത്തിന് നീ മുൻപോട്ട് നടക്കുന്നു. നീ എത്ര പോകുന്നു ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക.
ദൈവശക്തി വ്യാപരിക്കാതിരിക്കുകയാണ്. ഒന്നാമത്തെ കിടക്കിന്റെ സാഹചര്യം മാറാൻ പോവുക. രണ്ടാമത്തെ കിടക്കിന്റെ പ്രത്യേകത വെളിപ്പെടുത്തുക. ചില ഭരണത്തിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ചിലതിനെ ചില ലക്ഷ്യ ദൈവം നടത്താൻ പോകുന്നുണ്ടല്ലോ. നിന്റെ വഴി തെറ്റാതെ, നിന്റെ വഴി തെറ്റാതെ നിന്നെ നടത്താൻ പോവുക. ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവം എത്തിക്കാൻ പോവുകയാ. ചില ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവം എത്തിക്കാൻ പോവുകയോ. ഒന്നാമത്തെ കിഴക്കിൽ അല്ലേ പ്രത്യേകത നിങ്ങൾ കേട്ടതല്ലേ? ആ തോട്ടത്തിന്റെ അകത്ത് അവർ ഒളിച്ചിരുന്നു. എന്നാൽ രണ്ടാമത് കേട്ടെ, ഒളിച്ചിരിക്കുകയല്ല, അല്ല ലക്ഷ്യസ്ഥാനത്തേക്ക് നടത്തുന്ന നിരന്തരത്തിലേക്ക് കിഴക്ക് കണ്ട നക്ഷത്രം മുമ്പേ നടന്നെന്ന് മൂന്നാമത്തെ ദൂത് കേട്ടോ. മൂന്നാമത്തെ ദൂതാത്മാവ് ഇടപെടുക. അല്ലേ, മൂന്നാമത്തെ ദൂത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. മൂന്നാമത്തെ ദൂത് ദൈവാത്മാവ് പറയുകയാ. ഹല്ലേലൂയ. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത, അതിന്റെ അടയാളം നിങ്ങൾ കണ്ടതല്ലേ? നഗ്നതയായിരുന്നു. നിയമലംഘനം നടത്തിയപ്പോൾ അവര് നഗ്നരായി. അവര് നിയമത്തിന്റെ ലംഘനം നടത്തിയതിന്റെ അടയാളമായിരുന്നു നഗ്നത. എന്ന് വെച്ചാൽ തേജസ് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത അടയാളം നക്ഷത്രമായിരുന്നു, വഴികാട്ടിയായിരുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാ. അല്ലേലും ഇന്നലകളിലെ നിരാശയുടെ അടയാളമല്ല, ഇന്നലകളിലെ പ്രത്യാശക്കളയുന്ന അടയാളമല്ല. എന്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടൊരു അടയാളം വേണമെന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ആത്മാവിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനക്കാരോട് ദൂത് പറയുകയാണ്. നന്മയ്ക്കായിട്ടൊരു അടയാളം നിനക്കു വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. നന്മയ്ക്കായിട്ടൊരു അടയാളം നിനക്കു വേണ്ടി ഓ സ്തോത്രം. ശക്തമായി ദൈവാത്മാവ് അത് ബോധ്യപ്പെടുത്തി. കണ്ടോ, ഒന്നാമത്തെ കിഴക്കിന്റെ അകത്ത് വെളിപ്പെട്ട അടയാളം നഗ്നത, തേജസ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവർ കാണുന്നത് അല്ലെ നഗ്നതയല്ല, ഒരു തേജോമനായ ദൈവപുത്രനെയാണ്. തേജോമനായ ദൈവപുത്രനെയാണ് അവർ കാണുന്നത്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? തേജോമനായ ദൈവപുത്രനെയാണ് അവർ കാണുന്നത്. ഹല്ലേലൂയ. തേജസ് നഷ്ടപ്പെട്ടവരെ അല്ല അവർ കണ്ടത്, തേജസ്സുള്ളവനെയാണ് അവർ കണ്ടത്. തേജസ്സുള്ളവനെയാണ് അവർ കണ്ടത്. തേജസ്സുള്ളവരെയാണ് അവർ കണ്ടത്. എന്നോട് ആത്മാവ് ഇന്ന് പകൽ ശക്തമായി ദൂത് പറയാ. ചില കാഴ്ചകളിലൊക്കെ മാറ്റം വരണം. ദൈവം വരുത്തും. പ്രാർത്ഥിച്ചോ, നീ ശക്തമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചോ. ചില കാഴ്ചകളിലൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. ചില സാഹചര്യങ്ങൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നക്ഷത്രം യേശുവിനെ കിടത്തിയിരിക്കുന്ന ഇടത്ത് നക്ഷത്രം വന്ന് നിൽക്കുന്ന
അവരെത്തുന്നത് വരെ ആ നക്ഷത്രം അവർക്ക് മുമ്പേ നടന്നു. അവരെത്തുന്നത് വരെ നക്ഷത്രം അവർക്ക് മുമ്പേ നടന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അവരെത്തുന്നത് വരെ ആ നക്ഷത്രം അവർക്ക് മുമ്പേ നടന്നു. ഹല്ലേലൂയ. അവരവിടെ എത്തുന്നത് വരെ ആ നക്ഷത്രം അവർക്ക് മുമ്പേ നടന്നു. ശിശുവിന്റെ അടുത്ത് അവരെത്തിയപ്പോൾ ആ നക്ഷത്രം നിന്നു. ശിശുവിനെ എവിടെ കിടത്തിയിരിക്കുന്നോ അവിടെ എത്തിയപ്പോൾ ആ നക്ഷത്രം ചെയ്തു നിന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാരെ അവിടെ എത്തിക്കാൻ ദൈവത്താൽ ദൈവം ചിലത് ഒരുക്കിയതുപോലെ എന്നോട് ആത്മാവ് പറയുന്ന ഒരു ദൂത് കേട്ടോണം. നിനക്ക് വേണ്ടി ചിലത് ഒരുക്കാൻ, നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ, നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ, നീ ചിലത് കാണാൻ എന്റെ ദൈവം ചില പ്രത്യേക പദ്ധതികൾ ഒരുക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുക. ആ നക്ഷത്രത്തിന് ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളായിരുന്നു, അവരെ ഇവിടെ എത്തിക്കണം, അവരെ ഇവിടെ എത്തിക്കണം, അവരെ ഇവിടെ എത്തിക്കണം. ആ ഒറ്റ ഒരു ഡ്യൂട്ടി ആ നക്ഷത്രമുള്ളായിരുന്നു. ഇന്ന് പകൽ ആത്മാവിനോട് പറയാ, നിനക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കാൻ പോകുകയാ. നിന്നെ ചിലത് തെറ്റിക്കാൻ വേണ്ടി ദൈവം ചിലത് ഒരുക്കാൻ പോകുകയില്ല. നിന്നെ ചിലത് തെറ്റിക്കാൻ വേണ്ടി എന്റെ ഒരു നക്ഷത്രത്തെ ഒരുക്കിയതുപോലെ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, കിഴക്ക് അവര് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രം യേശു കിടക്കുന്ന ഇടത്ത് അവരെത്തുന്നത് വരെ അവരുടെ മുമ്പേ നടന്നു. യേശു കിടക്കുന്ന ഇടത്ത് യേശു കിടക്കുന്ന ഇടത്തെത്തിയപ്പോൾ ആ നക്ഷത്രം നിന്നു. പറഞ്ഞു, നക്ഷത്രം കണ്ടതിൽ അവർ അത്യന്തം സന്തോഷിച്ചു. ഹല്ലേലൂയ. ഇനിയും മർമ്മപ്രധാനമായ ഒരു വിഷയം ഞാൻ പറയാം. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത തേജസ് നഷ്ടപ്പെട്ടെങ്കിൽ, രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത തേജോമൻ വെളിപ്പെട്ടു. ഒരാമേ പറ. നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തന്റെ ജനത്തിന് മടക്കി പ്രാപിക്കേണ്ടതിന്, അവരെ ആ തേജസ്സിന്റെ അകത്തെത്തിക്കേണ്ടതിന്, അവരെ ആ തേജസ്സിന്റെ അകത്ത് കൊണ്ടുവരേണ്ടതിന് ഹല്ലേലൂയ, തേജസ്സുള്ളവൻ ഇറങ്ങി വന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ മടക്കി പ്രാപിക്കുന്നതാണ് രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത. ഒന്നാമത്തതിൽ തേജസ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ രണ്ടാമത്തതിൽ തേജസ് നഷ്ടപ്പെടുകയല്ല, നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തിരികെ കൊണ്ടുവരുന്ന തേജോവനായ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ അവതരിച്ചു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് മകൻ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ തേജസ് ഈ ദൂതിന്റെ മുമ്പിൽ മടങ്ങി വരട്ടെ. സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോയ തേജസ് നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോയ തേജസ് നമ്മുടെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരട്ടെ. ഭവനത്തിൽ നിന്ന് മാറിപ്പോയ തേജസ് ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ. വ്യക്തികളിൽ നിന്ന് മാറിപ്പോയ തേജസ് വ്യക്തികളിലേക്ക് മടങ്ങി വരട്ടെ. ഈ ദൂതിന്റെ മുമ്പിൽ മടങ്ങി വരിക. ആർക്കൊക്കെ പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്, ആർക്കൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട്, ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചു, ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചു. തേജസ്സിന്റെ സാന്നിധ്യം വെളിപ്പെടുക, തേജസ്സിന്റെ ശക്തി വെളിപ്പെടുക, തേജസ്സിന്റെ കൃപ വെളിപ്പെടുക, തേജസ്സിന്റെ സാന്നിധ്യം വെളിപ്പെടുക. നഷ്ടപ്പെട്ടുപോയ തേജസ്സിനെ, നഷ്ടപ്പെട്ടുപോയ തേജസ്സിനെ മനസ്സിലായി. നടക്കണേ.
ഇന്ന് മുതൽ ചിലരുടെ വ്യക്തികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ നമുക്കൊന്ന് മടക്കി പ്രാപിക്കാം. നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ നമുക്കൊന്ന് മടക്കി പ്രാപിക്കാം. അതിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ മടക്കി പ്രാപിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത തേജസ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത തേജസ്സിനെ മടക്കി പ്രാപിക്കാം, തേജസ്സിനെ മടക്കി തരാൻ ഹല്ലേലൂയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവന്റെ ജനനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മറ്റൊരു ദൂതൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത ഹല്ലേലൂയ ഏദനിൽ നിന്ന് പുറത്താക്കി, ഏദനിൽ നിന്ന് പുറത്താക്കി. എന്നാൽ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത പുറത്താക്കിയവരെ എല്ലാം അകത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതി ആരംഭിച്ചു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഒന്നാമത്തെ ഹല്ലേലൂയ കിഴക്കിന്റെ പ്രത്യേകത ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനുഭവമാണെങ്കിൽ, രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത പുറത്താക്കപ്പെട്ട മാനവരാശിയെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അകത്തു കൊണ്ടുവരുവാൻ ദൈവമൊരുക്കിയ പദ്ധതി അവിടെ ആരംഭം കുറിച്ചെങ്കിൽ ഇന്ന് മുതൽ ആത്മാവിൽ പ്രവചന ശബ്ദം പറയുക. പുറത്തു നിൽക്കുന്ന ചിലതിനെ ദൈവസ്നേഹത്തിന്റെ അകത്തു കൊണ്ടുവരാൻ ഈ വചനത്തിന്റെ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിത്യഭവനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി ചെയ്യുമെന്ന് ഇന്ന് മുതൽ ആത്മാവിനോട് ഇടപെടുമ്പോൾ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ. രക്ഷയിലേക്ക് ചിലതിനെ ദൈവം ആഗ്രഹിക്കുന്നു, രക്ഷയിലേക്ക് ചിലതിനെ ഒന്നാമത്തെ കിഴക്ക് ഞാനിത് പ്രസംഗിക്കുമ്പോൾ രക്ഷയിലേക്ക് വരാത്ത ചിലതിനെ ദൈവം തൊടാൻ പോവുക. ആത്മാവിനോട് ഇടപെടുന്നു. രക്ഷയിലേക്ക് വരാത്ത, യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെടാത്ത ദൈവം ശ്രദ്ധിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടുന്ന മേഖലകളിൽ, അത് നടക്കേണ്ട മേഖലകളിൽ, ചെയ്യേണ്ട മേഖലകളിൽ ചെയ്യുന്നത് ഞാൻ പറയുന്ന മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം കേട്ടോ, മനസ്സിലാക്കണം. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകതയെ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അതിനെ പൊരുള് തിരിച്ചാണ് രണ്ടാമത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇനി ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത കേട്ടോണം. പ്രൈസ് പറയാനാണ് ഒത്തിരി ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിനെ നിയോഗിക്കുന്ന ദൂത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടോണം. അവിടെ തേജസ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ തേജസ് നഷ്ടപ്പെട്ട ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഹല്ലേലൂയ കർത്താവായ ക്രിസ്തു ആയിരിക്കുന്ന ഇടത്ത് തേജസ് കൊണ്ട് നിറഞ്ഞു. രണ്ടാമത്തെ തേജസ് കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സ്തോത്രം. അവിടെ സുഗന്ധ മണങ്ങൾ കൊണ്ട് നിറയുവാൻ ഇടയായി തീർന്നു. കണ്ടോ? ഹല്ലേലൂയ. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ സകലതും നഷ്ടപ്പെട്ടപ്പോൾ, അവിടെ സകലതും ഇല്ലാതായപ്പോൾ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ പുതിയ ചിലതിന്റെ ആരംഭമാണ്. ആ ആരംഭം വെറുതെയല്ല, അവിടെ സുഗന്ധ വർഗം കൊണ്ട് നിറയുവാൻ ഇടയായി
ഇടയായി തീർന്നു. അവിടെ സമ്മാനങ്ങൾ കൊണ്ട് നിറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഏതോ വഴിയിൽ ജനിച്ചവൻ കിടത്തുവാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് പുൽത്തൊഴുത്തിൽ കിടത്തിയവന്റെ ഇടം കണ്ടു. ആ ഇടം കണ്ടു. സമ്മാനങ്ങൾ കൊണ്ടത് നിറഞ്ഞു. സുഗന്ധ മണങ്ങൾ കൊണ്ടത് നിറഞ്ഞു. ഹല്ലേലൂയ. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത സകലതും നഷ്ടപ്പെട്ടു പോയപ്പോൾ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത സമ്മാനങ്ങൾ കൊണ്ടും സുഗന്ധ വർഗങ്ങൾ കൊണ്ടും അത് നിറയുവാനിടയായി. എന്നോട് പരിശുദ്ധാത്മ പറയാ, നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നടക്കാൻ പോവുക. എന്നോട് ആത്മാവ് ശക്തമായ ദൂതിടപെടുക. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നടക്കാൻ പോകുകയാ. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നടക്കാൻ പോകുകയാ. ജീവിതത്തിൽ ചില ചേഞ്ചസ് നടക്കാൻ പോകുകയാ. ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ആത്മാവ് അത് ചെയ്യാൻ പോകുകയാ. യെസ്. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത നഷ്ടങ്ങളുടെയാണെങ്കിൽ, നിയമലംഘനങ്ങളുടെ ആണെങ്കിൽ, ഹല്ലേലൂയ, നഗ്നതയുടെ അടയാളങ്ങളാണെങ്കിൽ, പുറത്താക്കലാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ രണ്ടാമത്തെ കിഴക്കിന്റെ പ്രത്യേകത ചില നല്ല അടയാളങ്ങളാണ്. സന്തോഷമാണ്. ഹല്ലേലൂയ. മുൻപോട്ട് വഴി നടത്തുന്ന, ഒളിച്ചിരിക്കുന്നതല്ല, മുൻപോട്ട് വഴി നടത്തുന്നതാണ്. ചേർന്ന് എത്ര പേര് ആമേൻ പറയും? മുൻപോട്ട് വഴി നടത്തുന്നതാണ്, മുൻപോട്ട് അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അത് വലിയൊരു ദൈവ പദ്ധതി തുടങ്ങുന്നതാണ്, വലിയൊരു ദൈവ പദ്ധതി ആരംഭിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ മടക്കിക്കൊണ്ടുവരുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി. ശക്തമായി പ്രാർത്ഥിച്ച്, എല്ലാരും പ്രാർത്ഥിച്ച്, ശക്തമായി. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ചാരത്തും ദൂരത്തും ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ഇതിന്റെ അകത്ത് ചില ദൈവ പ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുത്തുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യെസ്. എല്ലാവരും പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ കിഴക്ക് മാറി രണ്ടാമത്തത് വെളിപ്പെടാൻ പോകുകയാ. ശക്തമായി പ്രാർത്ഥിച്ചു. രഹസ്യാന്തന. എന്റെ സ്വർഗം അത് ചെയ്യാൻ പോകുകയാ. എന്റെ ദൈവം അത് ചെയ്യാൻ പോകുകയാ. സർവശക്തൻ അത് ചെയ്യാൻ പോകുകയാ. എല്ലാരും പ്രാർത്ഥിച്ച് അല്പസമയം എല്ലാരും പ്രാർത്ഥിച്ച് കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തോട് എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധനെ സമർപ്പിക്കുക. ദൈവമേ സമർപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച ഒരു നിമിഷം. എല്ലാവരും പ്രാർത്ഥിച്ച ഒരു നിമിഷം. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. എന്റെ ഈ പഴയ അവസ്ഥകൾക്ക്, എന്റെ ഈ പഴയ സാഹചര്യത്തിന് ഒരു മാറ്റം ദൈവം തരണമേ. ഒരു വ്യത്യാസം ദൈവം തരണമേ. എല്ലാരും പ്രാർത്ഥിച്ചേ. എന്റെ ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം തരണമേ. ഒന്നാമത്തെ കിഴക്കിന്റെ പ്രത്യേകത പുറത്താക്കുന്നതാണെങ്കിൽ, പിതാവേ, എന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ കിഴക്ക് വെളിപ്പെട്ടതിനായി സ്തോത്രം. പുറത്തായി എന്നെ അകത്താക്കിയ ദൈവസ്നേഹത്തിന് നന്ദി. എന്നാൽ അകത്താകേണ്ട പലരുമുണ്ട് കർത്താവേ. എനിക്കറിയാവുന്ന പലരുമുണ്ട്. എന്റെ ഭവനത്തിന്റെ അകത്ത് പലരുമുണ്ട് കർത്താവേ. അവരെയും കൂടെ ദൈവം ഇതിന്റെ അകത്ത് കൊണ്ടുവരണമേ. യെസ്. പ്രാർത്ഥിച്ച. യെസ്. ഓ ജീസസ്. യേശുവിന്റെ നാമത്തിൽ
ഓ ശാന്തന റബനന ഹത്തുനജര മനഗടഗത രജല ധിരാമനാഥര പ്രവജഗന കുടമന ഗടഗടക ശാന്തന ജഗൽ ഖമന ഗടക അധുരമന ഗലഗടക പ്രവാചകമന ഗടക ശതുര ജഗൽ ഖന. ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തിൽ അപ്പാ, എന്റെ ജീവിതത്തിൽ യേശുവേ, എന്റെ ജീവിതത്തിൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ഒരു പുത്തൻ അനുഭവം എന്റെ പരിശുദ്ധാത്മാവ് ചെയ്യണമേ, ദൈവാത്മാവ് നൽകിത്തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ അകത്തളങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രണ്ട് മേഖലയെ ദൈവാത്മാവ് ഇന്ന് പകൽ കൈകാര്യം ചെയ്തിരിക്കുകയാ. രണ്ട് മേഖലകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ബോധ്യപ്പെടുത്തിയിരിക്കുക. നമുക്ക് ആ വചനത്തിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കാം.